വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദിന്റെ കൽപ്പന പ്രകാരം തന്റെ സൈന്യാധിപനും സെരൂയയുടെ പുത്രനുമായ അബിഷായിയും സഹോദരനായ യോവാബും സൈന്യവുമായി ഷേബയെ പിന്തുടർന്നു. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. അവൾ പറഞ്ഞു, ഷേബ എന്നൊരു നീചൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരിക, ഞാൻ പട്ടണം വിട്ടു പോയിക്കൊള്ളാം. ഇതാ, അവന്റെ തല മതിലിന് മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം. അവൾ ബിക്രിയുടെ മകൻ ഷേബയുടെ തലവെട്ടി യോവാബിന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ കാഹളമൂതി സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറുസലേമിൽ രാജാവിന്റെ അടുത്തേക്കും. ദാവീദിന്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, സാവൂൾ ഗിബിയോൺകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. 2 സാമുവേൽ 21 1 തിരുവചനം. ദാവീദ് ഗിബിയോൺകാരോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഗിബിയോൺകാർ അവരെ നശിപ്പിച്ച സാവൂളിൻ്റെ 7 പുത്രന്മാരെയും അവർക്ക് തങ്ങളുടെ പ്രതികാരം തീർക്കാൻ കിട്ടണമെന്ന ആവശ്യം ദാവീദ് സമ്മതിച്ചു. ദാവീദ് സാവൂളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി മറ്റെല്ലാവരെയും ഗിബിയോൺകാർക്ക് വിട്ടുകൊടുത്തു. അവർ അവരെ മലയിൽ വെച്ച് തൂക്കലിട്ടു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. ഫിലിസ്ത്യരും ഇസ്രായേലുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി. കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് കീർത്തനം ആലപിച്ചു. അതാണ് 18-ാം സങ്കീർത്തനം. കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും, എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും പരിചയം രക്ഷാശൃംഖവും അഭയകേന്ദ്രവും എന്ന് 2 സാമുവേൽ 2 തിരുവചനത്തിൽ തുടങ്ങി 51 തിരുവചനത്തിൽ ഇങ്ങനെ അവസാനിക്കുന്നു. തൻ്റെ രാജാവിന് അവിടുന്ന് വൻവിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.